ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി മീൻകറി വെച്ചാലോ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറിയാണ്, നാളികേരം അരച്ച മീൻകറിയാണെന്ന് വെക്കുന്നത്. നമ്മളൊരു മെസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറിൻ്റെ കൂടെ ഒരു മീൻകറി കൂടെ കിട്ടില്ലേ? ആ ഒരു മീൻകറിയുടെ സ്റ്റൈലാണിത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി എടുത്തു, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ ഇട്ട് അടിക്കണം. ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് തക്കാളിയും കൂടെ അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചട്ടിയിലേക്ക് ഒഴിച്ചു. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ചേരുവ ചേർത്തിട്ട് നന്നായി ഇളക്കി അത് നന്നായി വറ്റിച്ചെടുക്കണം. അതിലുള്ള വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി. അത് നല്ല സ്പൈസിയുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി, കൂടുതൽ എരിവായി പോകണ്ട. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. ഉപ്പിടാൻ മറന്നു വരുത്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിൽ ഒരു മെസ്സ് നടത്തുന്നുണ്ട്, എൻ്റെ റിലേറ്റീവ്സും കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി. അപ്പോൾ അവിടെ അവർ മെസ്സിൽ സാമ്പാറിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു കറി കൂടെയാണിത്, മീൻകറി. നല്ല അടിപൊളി മീൻകറിയാണ്. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലിട്ട് ആ സ്മെല്ല് കൂടെ നമ്മളെ കറിയിലേക്ക്, ആ മസാലയിലേക്ക് വരും. അതിനുവേണ്ടി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിലുള്ള മെസ്സിലെ ചേച്ചിമാർക്ക് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ്. ഈ റെസിപ്പി ഞാൻ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവർ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഫിഷ് കറിക്ക്. ഞാനൊരു വലിയ ഫാനാണ് അവരുടെ ഫിഷ് കറീൻ്റെ. നാട്ടിൽ പോയാൽ അവിടെ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും പോയി ചോറ് കഴിക്കാതിരിക്കാറില്ല. നല്ല അടിപൊളി ഫുഡാണ് അവിടെ അവർ മെസ്സിൽ കൊടുക്കുന്നത്. നല്ല ഹോംലി ഫുഡാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് കുടംപുളി ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി വാഷ് ചെയ്ത് വെച്ച കുടംപുളിയാണ്, അത് ആഡ് ചെയ്തു. കുറച്ച് ഇനി അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും വെല്ലുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം കറിയിൽ കഷ്ണങ്ങളൊന്നുമില്ല, 2 കഷ്ണം മീൻ വെച്ചിട്ടാണ് ഈ ഫിഷ് കറി ഉണ്ടാക്കുന്നത്. വേറെ കഷ്ണങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കടിക്കാൻ നല്ല രസമായിരിക്കും കറിയിൽ. ഈ ഒരു ഉള്ളിയും തക്കാളിയും കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. ഇത് ഇനി നന്നായിട്ട് തിളയ്ക്കണം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ കറി. ഇങ്ങനെ നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനി ആ ഫിഷ് അതിൽ കിടന്ന് തിളച്ച് വേവണം. ഇനി ഈ കറി ഒരിക്കലും കയ്യിലിട്ട് നന്നായി കുത്തി ഇളക്കരുത്, ഫിഷ് ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നാളികേരം ഞാനൊരു 1.5 കപ്പ് നാളികേരം എടുത്തു. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുത്തു. ഇതിന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഒരു പാകത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം ഇത്. എന്നിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ആണ് നമുക്കിത് ഒഴിക്കേണ്ടത്. ഒരുപാട് കുത്തി ഇളക്കരുത്, നമ്മുടെ കറിയത്തെ മീനൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ ഈ കറിയിലേക്ക് നമുക്കിനി നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നാളികേരം ആഡ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഈ കറി ഒരുപാട് തിളപ്പിക്കരുത്. നമ്മൾ നന്നായി ഇങ്ങനെ പത പൊന്തി വരുന്ന സമയത്ത് മെല്ലെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിനെ തിളയ്ക്കാനേ സമ്മതിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ഈ മീൻകറീൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് കൂടുതൽ ഒഴിക്കരുത്. ഒരു മീഡിയം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ കറി തിളയ്ക്കാൻ സമ്മതിക്കരുത്. ഇങ്ങനെ തിളച്ച് പത പോലെ പൊന്തി വരുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 3 ടൈംസ് പത പൊന്തുന്ന സമയത്ത് ഇളക്കി കൊടുത്ത് അതിനെ തിളയ്ക്കാൻ സമ്മതിക്കരുത്. അപ്പോഴേക്കും നമുക്കത് ഓഫാക്കി വയ്ക്കാം. ഇപ്പോൾ ഇതിൽ തിള വന്നില്ല, നമുക്ക് നോക്കാം. കുറച്ച് നേരം
പെട്ടെന്ന് വരും. ഇത് ചട്ടിയായത് കാരണം നല്ല ചൂടുണ്ട്, അത് കാരണം പെട്ടെന്ന് ഇത് തിളയ്ക്കും. അതുകൊണ്ട് ഇതിനെ തിളയ്ക്കാൻ സമ്മതിക്കരുത്, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കുമ്പോൾ നമ്മൾ മീൻ ഉടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും തിളങ്ങനെ വരുന്നത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിലിപ്പോൾ വരും നമ്മളെ മീൻ കറിയിൽ കണ്ടില്ലേ, അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പത പൊന്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം, കാരണം ഇതിനെ നമ്മൾ വല്ലാതെ തിളയ്ക്കാൻ സമ്മതിക്കരുത്. അങ്ങനെ നമ്മൾ ഫിഷ് കറി ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. നമുക്കിനി ഇത് വറവിടുകയാണ് ചെയ്യേണ്ടത്. ഒന്നുമില്ല, ചെറിയ ഉള്ളി നന്നായി അരിഞ്ഞിട്ടാണ് നമ്മളിത് വറവിടുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. അതിലേക്ക് ഇനി ചെറിയുള്ളി വറവിടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ചെറിയുള്ളി കുറച്ച് കനം കുറച്ച് അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാട്ടി കിട്ടും. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്കൊരു കുറച്ച് ഉലുവ, ഒരു 2-3 തരി ഉലുവ, ഒരു സ്മെല്ലിന് വേണ്ടി മാത്രമാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉലുവ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടുകൊണ്ട് നന്നായി പൊട്ടുന്നുണ്ട് ഉലുവ. അതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി വറ്റൽമുളക് 2-3 ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, അതുകൊണ്ട് നല്ല സ്മെല്ലായിരിക്കും ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനി ഈ ചെറിയുള്ളി ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിയരുത്, കരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷ് കറീൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇത് നല്ല പോലെ ഇളക്കി ഇതിൻ്റെ വാട്ടിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് സ്റ്റൗവ് ഇതിൻ്റെ അടുത്തുനിന്ന് മാറരുത്, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ചെറിയുള്ളി പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി ഇതിനിപ്പോൾ ഏകദേശം കളർ കുറച്ചൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഇനി നമുക്കിത് ഇതിലേക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വാവ്, എന്താ അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് ഇപ്പോൾ കറി ഉള്ളത്. അപ്പോൾ ഇതിലത്തെ കഷ്ണങ്ങളൊന്നും ഇപ്പോൾ ഉടഞ്ഞിട്ടില്ല. ആകെ 2-3 കഷ്ണം മീനുണ്ട് ഇതിൽ, അത് കണ്ടില്ലേ, മീനിൻ്റെ ഒന്നും ഉടഞ്ഞിട്ടില്ല. ഉടയാതെ വേണം നമ്മളത് നോക്കി ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. താങ്ക് യു.